അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ജി ഇൻസ്റ്റാൾ ചെയ്തു നമ്മുടെ ഫോണിൽ. അപ്പോൾ അതൊന്ന് ലോഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 1.3 GB ഉള്ളൊരു ഫയലായിരുന്നു അത്. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇനീഷ്യൽ ലോഡിംഗ് എല്ലാം തന്നെ വളരെയധികം ടൈം എടുത്തു. പിന്നെ നമ്മുടെ ഫോണിൽ 4 GB അതുപോലെ 64 GB ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിസോഴ്സ് പാക്കെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഫോണിൽ ഇൻറ്റേർണൽ സ്പേസ് കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനകത്ത് എല്ലാ മാപ്പും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ഒരു നോർമൽ മാപ്പ് മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഗെയിം ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇനീഷ്യൽ ലോഡിംഗ് എല്ലാം തന്നെ വളരെ സ്ലോ ആണ്. ആ ഒരു ഗെയിം ലോഡ് ചെയ്ത് വരാനായിട്ട് നല്ല ടൈം എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫിക്സ് എല്ലാം ഒന്ന് റെഡിയായി വരാനായിട്ട് ടൈം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രെയിം റേറ്റ് എല്ലാം തന്നെ വളരെ സ്ലോ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു തവണ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ഇത് ഗെയിം പ്ലേ ചെയ്ത് നോക്കിയത്. അതേപോലെ തന്നെ നമ്മുടെ ബ്രൈറ്റ്നെസ് എല്ലാം തന്നെ ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല സ്ക്രീൻ നല്ല 6.7 ഇഞ്ചിൻ്റെ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വിസിബിലിറ്റി, നമുക്ക് വൈഡായിട്ടുള്ളൊരു ആംഗിളിൽ ഗെയിമിൻ്റെ ഒരു വ്യൂ എല്ലാം കിട്ടുന്നുണ്ട്. സെറ്റിങ്സ് എല്ലാം തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. ആ ഒരു HD ഫങ്ഷനൊന്നും ഇനേബിൾ ആവുന്നില്ല. അത് കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യില്ല അത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമൽ ഒരു ഗെയിമിംഗ് ആണ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. HDയിലും കാര്യങ്ങളൊന്നും കിട്ടില്ല. അങ്ങനെ അൾട്രാ HD അങ്ങനെയുള്ള ആ ഒരു ഫങ്ഷനൊന്നും ഇതിൽ എനേബിളായി കിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സെറ്റിങ്സും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ആ ഒരു തീം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് HDയുടെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു എറർ മെസ്സേജാണ് കിട്ടുന്നത്. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് കിട്ടുന്നത്. കാരണം സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണത്. ഈ ലോബി HDR എടുത്താലും അതിലും ഈ നമുക്ക് അൾട്രാ HDR എന്ന് പറഞ്ഞാൽ ആ ഒരു ഫങ്ഷൻ കിട്ടുന്നില്ല. പിന്നെ താഴെ നമുക്ക് ഇവിടെ കളർഫുൾ ആ ഒരു കളർ തീം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ താഴേക്ക് വന്നാലും നമുക്ക് അത്യാവശ്യം അതിനകത്തുള്ള സെറ്റിങ്സൊക്കെ അങ്ങനെ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കിനി ക്വിക്കായിട്ടൊന്നൊരു ഗെയിമിലേക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു പാരച്യൂട്ട് റിലീസായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിളിൽ നോക്കുമ്പോൾ നല്ല ഒരു ഗ്രാഫിക്സിൻ്റെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിനകത്ത് LCD സ്ക്രീനാണ് വരുന്നുള്ളത് നമ്മുടെ ഫോണിൻ്റെ. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ക്ലാരിറ്റിയിൽ ഒരു ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട്. LED കുറച്ചുകൂടി കളറെല്ലാം തന്നെ നല്ലൊരു കളറായിട്ടുള്ള രീതി, നല്ലൊരു ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പക്ഷേ ഇതിനകത്ത് അത്ര ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കളർഫുൾനെസ് നമുക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ നോർമലി ഉള്ളൊരു LCD സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. കളർഫുള്ളായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം തോന്നി. പിന്നെ നമുക്ക് അതിനകത്തുള്ള മൂവ്മെൻ്റ് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ആവുന്നുണ്ട്. വേറെ അങ്ങനെ വിഷ്വൽസൊന്നും കാണുന്നില്ല. ഇനീഷ്യലി ഉള്ള ആ ഒരു ലോഡിങ്ങിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് അതിനകത്ത് കണ്ടുള്ളൂ. അതല്ലാണ്ട് വേറെ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഇപ്പം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ വേറെ ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ 4 GB ആണ് ഇതിൻ്റെ റാം. ഏകദേശം നമ്മളൊരു 3 GB ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. 3-3.5 GB ഓൾറെഡി ഇതിനകത്ത് ഒക്യുപ്പൈഡാണ് ഫോണിൽ. അപ്പോൾ അതിൻ്റേതായ ഒരു സ്ലോ ഉണ്ട്. അപ്പോൾ ബാലൻസ് ഉള്ള ആ ഒരു റോം വെച്ചിട്ടാണ് നമുക്കിനകത്ത് ഈ ഗെയിം വർക്കാവുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേയും കാര്യങ്ങളൊക്കെ ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചെറിയ രീതിയിൽ അത് വരുന്നുള്ളൂ. അതല്ലാണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതേപോലെ തന്നെ നമുക്ക് ഗെയിമെല്ലാം തന്നെ നല്ല ഒരു രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഫോണിൽ. അങ്ങനെ ഫോണിൽ ഗെയിം കളിക്കുന്ന സമയത്ത് അങ്ങനെ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഹീറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഗെയിം കംപ്ലീറ്റ് ചെയ്തപ്പോൾ പോലും ഒരു ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
നല്ല രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് പെർഫോമൻസ് നമുക്ക് കിട്ടിയത്. അതിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ നിങ്ങളുടെ ഒരു ലോ ബഡ്ജറ്റിൽ നമുക്കൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഒരു 9,000 രൂപ ബഡ്ജറ്റിൽ ഇത്രയും നല്ല നമുക്കൊരു ഗെയിമിങ്ങിൻ്റെ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന തന്നെ അതെല്ലാം തന്നെ വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പെർഫോമൻസ് എന്തായാലും ഇതിന് കിട്ടുന്നുണ്ട്. അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു പ്രോ ആയിട്ടുള്ള രീതിയിലൊന്നും ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു എനിമി നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പോൾ ആ ഒരു ഗണ്ണെടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല. എന്നാൽ കറക്റ്റായിട്ട് ഓപ്പൺ ആവില്ല, ഒരു ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഈസി ആയിട്ട് നമ്മളെ ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ കണ്ടെടുക്കുന്ന ആ ഒരു ഡിലേ വരുന്നതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റുള്ള ആൾ നല്ലൊരു ഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള പ്ലേയും കാര്യങ്ങളൊന്നും നടക്കില്ല. നോർമലി ഒരു സാധാരണ രീതിയിൽ എങ്ങനെയാണോ നമ്മൾ ഗെയിം പ്ലേ കളിക്കുന്നത് ആ ഒരു രീതിയിലാണെങ്കിൽ അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട് ഈ ഒരു ഫോൺ. ഈ വാല്യൂ ഫോർ മണിയാണ് നമുക്കറിയാം. കാരണം ലോ ബഡ്ജറ്റാണ്, അങ്ങനെ വലിയ പ്രൈസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു എൻട്രി ലെവൽ സെഗ്മെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നമ്മളിതിനകത്ത് ഈ ഒരു ഗെയിമെല്ലാം തന്നെ ഒരു കംപ്ലീറ്റ് ഗെയിം പ്ലേ നമ്മൾ നോക്കിയതിന് ശേഷം അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ തന്നത്. അപ്പോൾ നിങ്ങൾ എൻട്രി ലെവലിൽ പബ്ജി കാര്യങ്ങളെല്ലാം ഇപ്പോൾ BGMI ആണെങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള ഇത്രയും സൈസുള്ളൊരു ഫയൽ തന്നെയാണ് BGMI. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയില്ല UAE-ലായതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് അതിനകത്തും ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് BGMI ആണ് പ്ലേ ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള ആ ഒരു ചെറിയ ലാഗുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഗെയിം പ്ലേയും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു ഇനീഷ്യലി നമുക്ക് ഈ ഒരു ഗെയിമിംഗ് പ്ലേ അങ്ങനെ PUBG ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിനെ പറ്റി തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിതിനകത്ത് ഗെയിം കളിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ എന്താണെന്നുള്ള ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഭാവിയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.